Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്യുന്നത്. അതിനൊരു സിൽക്ക് ത്രെഡ്, ഈ ഒരു രണ്ട് കളറിലെ ഷുഗർ ബീഡ്സ്, പിന്നെ അതാ ഈ ഒരു സ്റ്റിക്ക് ബീഡുണ്ട്, പിന്നെ അതുപോലെ വൈറ്റ് കളറിലെ പേളുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ കളറിലെ ആൻറ്റി ഗോൾഡ് കളറിലെ സ്മോൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതിൻ്റെ നെക്ക് പോർഷൻ പിന്നെ ബീഡ്സാണ് വരുന്നത്. അതിനകത്തൊക്കെ ത്രെഡും അതുപോലെ ബീഡ്സുകൾ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ഷുഗർ ബീഡ്സുകളെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തൊട്ട് താഴെയായിട്ട് ഒരു ലൈനും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യുന്നതൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു 1/4 ഇഞ്ച് വീതിയിൽ താഴേക്ക് സൈഡിലേക്ക് നീക്കിയിട്ട് ഒരു ലൈനും കൂടെ വരച്ചേക്കുന്നത്. അവിടെയെല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ബീഡ് നമ്മൾ നോർമൽ ത്രെഡ് വെച്ചിട്ട് നോർമൽ നീഡിൽ വെച്ചിട്ടും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടി തന്നെ വേണം നമുക്ക് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാൻ, ഏത് സ്റ്റിക്ക് ബീഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് ആ നെക്ക് കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഏത് ഡിസൈനിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു ലൈനിൽ ഫുള്ളായിട്ട് നമ്മുടെ സ്റ്റിക്ക് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്ന ആ ലൈന്, ആ ലൈനിലേക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ബീഡ് ഇതുപോലെ ചരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തേക്കുന്നത്. അത് ഫുള്ളായിട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ നമ്മൾ ആദ്യം കാണിച്ച പാറ്റേൺ കാണിച്ചല്ലോ, ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഓരോ വൈറ്റ് കളറിലെ ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സാണ് ഞാനിവിടെ സിൽക്ക് ത്രെഡായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു വൈറ്റ് ബീഡിന് ചുറ്റും നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. റിംഗ് നോട്ട് ഫ്ലവറൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു വൈറ്റ് പേള്, അതായത് വൈറ്റ് പേള് നമ്മൾ ഫിക്സ് ചെയ്തല്ലോ, ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിന് ചുറ്റിനുമാണ് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ അടുത്ത ത്രെഡ് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. അങ്ങനെ നമ്മൾ മാറ്റിയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പുള്ള ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഒരു കുഞ്ഞ് ബീഡ്സ് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റിനും നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് എടുക്കുക. ഈ ഒരു കട്ട് ബീഡ്സ് ഒരു 6 അങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിന് ചുറ്റും ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊന്നാക്കി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെയും മുകളിലുമായിട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. മുകളിലത്തെ ലൈനിലും നമുക്ക് ഇതുപോലെ ത്രെഡ് ഫ്ലവേഴ്സും അതുപോലെ താഴെയും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ ഫ്ലവേഴ്സും ചെയ്തിട്ട് ഈ ഒരു ബീഡ്സും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ മുകളിലും താഴെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു കളറിലെ സ്മോൾ ഷുഗർ ബീഡ്സ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് ഒരു സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള എല്ലാ ഷുഗർ ബീഡ്സുകളും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത്രയും ഗ്യാപ്പിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കളറിലെ ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറിലെ ഷുഗർ ബീഡ്സ്
ഇത്രയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗോൾഡൻ ആൻഡ് ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനിലേക്ക് കുറച്ച് ബീഡ് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. ഒരു 3 ബീഡ്സ് വെച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ താഴേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് ഗ്യാപ്പ് ഇട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ യോക്ക് എത്രയാണോ ലെങ്ത് അതിനനുസരിച്ച് വേണം താഴേക്ക് ഈ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒരു 3 ബീഡ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൽ ഇതാ ഈ ഒരു വർക്കാണ് വരുന്നത്. സ്ലീവിൽ നമ്മൾ നെക്കിൽ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബീഡ്സ് സ്പ്രെഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിൽ ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് ദുപ്പട്ടയ്ക്കാണ് വന്നിട്ടുണ്ട്. ദുപ്പട്ട ഒരു 1 ലൈൻ ഒരു 1 ഇഞ്ച് അളവിൽ നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബോർഡർ ഡിസൈൻ ഇതുപോലെ വരും. നമ്മൾ ബോർഡർ ഭാഗം മടക്കി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ദുപ്പട്ടയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ്. ഫുൾ സെറ്റാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ദുപ്പട്ടയും സ്ലീവും ഒക്കെ വരുമ്പോൾ കുറച്ച് ഹെവി വർക്കായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നെക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതിക്കോട്ടെ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.